പക്ഷേ നേപ്പാളിലെ അവസ്ഥ അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യം നടന്നാൽ അത് പെട്ടെന്ന് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ ഇന്ത്യൻ സർക്കാരിന് കഴിയും, അല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിന് കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നേപ്പാളിന്റെ സ്ഥിതി അങ്ങനെയല്ല. അവിടെ മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ വരെ കത്തിക്കുന്നു, പ്രധാനമന്ത്രിയുടെ വീട് കത്തിക്കുന്നു, പ്രധാനമന്ത്രി തന്നെ രാജിവെച്ച് പോകുന്നു, ശർമ്മ ഒലിയൊക്കെ രാജിവെച്ച് പോകുന്നു, എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. കുറെ യുവാക്കൾ കയറി അങ്ങ് നിരങ്ങുകയാണ്. കുറെ ഈ സോഷ്യൽ മീഡിയ നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇത്തരം അതായത് ടിക്ടോക്ക് അടക്കമുള്ള ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിൽ ആരുടെയെങ്കിലും കൈകടത്തലുണ്ട്? അതായത് ഇപ്പോൾ അത്ര വലിയ രാജ്യമല്ല നേപ്പാൾ എന്ന് പറയുന്നത്, എങ്കിൽ പോലും ഈ എന്താ പറയുക, രാജ്യത്തിന്റെ സ്വസ്ഥത കെടുത്താനായി കുറെ ആളുകൾ എവിടെയൊക്കെ ഇരുന്ന് കുറെ പദ്ധതികൾ നടത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ നേപ്പാളിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢശക്തികൾ, അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിലനിൽക്കുന്നത് നമുക്ക് തോന്നും. ഇതിന്റെ കൂടെ ഈ വൺ പീസ് പതാക അവിടെ വലിയ ശ്രദ്ധ നേടുന്നുണ്ട്, അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? തീർച്ചയായും നേപ്പാളിൻ്റെ പാഠങ്ങൾ പലതാണ്. ആ കലാപത്തിൻ്റെ പിന്നിൽ വിദേശ കരങ്ങളുണ്ടോ എന്നൊക്കെ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ജെനുവിനായ കോസ് ഉണ്ട് ആ കലാപത്തിന്. അത് എല്ലാ ലോകരാജ്യങ്ങൾക്കും ഒരു പാഠമാണ്. പ്രത്യേകിച്ച് ഒരു ഭരണകൂടം ഏകാധിപത്യത്തിലേക്കും അഴിമതിയിലേക്കും വല്ലാതെ ആണ്ടുപോകുമ്പോൾ ആ രാജ്യത്തുണ്ടാകുന്ന സ്വാഭാവിക പ്രതിഷേധമായിട്ട് വേണം ഇപ്പോൾ നേപ്പാളിലുണ്ടായതിനെ കാണാൻ. സ്വാഭാവികം മാത്രമാണ്. അതിൻ്റെ ഒരു കാരണം തലമുറകൾ തമ്മിലുള്ള അന്തരമുണ്ട്. നമ്മൾ പറയുമല്ലോ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് രാഷ്ട്രീയമില്ല എന്നുള്ളത്. ഈ കലാപം നടത്തിയ മൂവ്മെൻറ്റിൻ്റെ പേര് ജെൻസി എന്നാണ്. അറിയാമോ? ഇപ്പോൾ ഈ പണ്ട് എനിക്ക് തോന്നുന്നു കുറേ 10-12 കൊല്ലം മുമ്പാണ് ആ ഒരു മൂവ്മെൻറ്റ് ആദ്യമായിട്ട് കേട്ടത്. അതായത് ഒരു അമേരിക്കൻ ടെക്കി, മീൻസ് അദ്ദേഹം ഭയങ്കര ഇൻഫ്ലുവൻസർ ആയിട്ടുള്ളൊരു ബ്രയാൻ സോളസ് എന്ന് മറ്റോ പേര്, അദ്ദേഹം ഇട്ട പേരാണ് ജെൻസി എന്ന് വെച്ചാൽ ജനറേഷൻ കണക്റ്റഡ് എന്നാണ്. എന്ന് വെച്ചാൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിലൂടെ നിരന്തരം കണക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ജാതി മത ചിന്തകൾക്കൊക്കെ അപ്പുറം ഈ പുത്തൻ സാങ്കേതിക വിദ്യയിലൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സമൂഹം, അവരെയാണ് നമ്മൾ ന്യൂ ജെൻ എന്നൊക്കെ വിളിക്കുന്നത്. അതിനാണ് ജെൻസി എന്ന വാക്കുണ്ടായത്. ജെൻസിയാണ് ഇവരുടെ ബാനർ. എന്നാലോചിച്ച് നോക്കൂ, നേപ്പാളിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമല്ല ജെൻസി വേണമെങ്കിൽ അമേരിക്കനാണെന്ന് പറയാം. ആ കണക്ഷൻ, അദ്ദേഹത്തിൻ്റെ ആ പേര് സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ട് അമേരിക്കനോ ഡീപ് സ്റ്റേറ്റോ ഒക്കെ ആരോപിക്കുന്നതിനും സൂക്ഷിക്കണം. കാരണം ഇതിനു മുമ്പ് ഇതിന് സമാനമായ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടത്, ഒന്ന് ശ്രീലങ്കയിലാണ്, ഒന്നും ബംഗ്ലാദേശിലെ കലാപത്തിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് വർക്ക് ചെയ്തത് വളരെ വളരെ ക്ലിയറാണ്, നമ്മുടെ മുമ്പിൽ ഉണ്ടത്, കൃത്യമായിട്ട് കണ്ടതാണ്. പക്ഷേ ശ്രീലങ്കയിൽ അതല്ലല്ലോ. ശ്രീലങ്കയിലെ ഭരണകൂടത്തെ ഇതുപോലെ ഓർമ്മയില്ലേ, ഭരണകൂടത്തെ സകലമാന ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങൾ കത്തിച്ച് ആട്ടി ഓടിച്ചു അവിടുത്തെ ഭരണകൂടത്തെ. അത് അവിടുത്തെ ജനതയുടെ സ്വാഭാവികമായ പ്രതിഷേധമാണ്. താരതമ്യേനൊന്ന് ആലോചിച്ച് നോക്കൂ, ബുദ്ധമതത്തിന് സ്വാധീനമുള്ള രാജ്യമാണ് ശ്രീലങ്ക. സിംഹളന്മാർ എന്ന് പറഞ്ഞാൽ ബുദ്ധന്മാരാണ്. അവർ പോലും അഴിമതിയിലേക്കും ഏകാധിപത്യത്തിലേക്കും പോയി ഒരു ഭരണകൂടം. അതിനെതിരായി വന്ന പലതരം പ്രതിഷേധങ്ങളിൽ ഒന്നാണ് തമിഴ് പുലികൾ. അവിടെ സാംസ്കാരികമായ പ്രതിഷേധം, രാഷ്ട്രീയമായ പ്രതിഷേധം വന്നു. അങ്ങനെയാണല്ലോ എല്ലാ പാർട്ടികളും മറന്ന് ആളുകൾ ഭരണകൂടത്തിനെതിരെ വന്നത്. എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പുള്ള 2 മാതൃക, ഒന്ന് ശ്രീലങ്കയാണ്, മറ്റൊന്ന് ബംഗ്ലാദേശാണ്. പക്ഷേ നേപ്പാൾ കലാപത്തിൻ്റെ ഒരു ചിത്രം ഞാൻ നോക്കുമ്പോൾ അത് കുറെ കൂടി അടുത്ത് നിൽക്കുന്നത് ശ്രീലങ്കയോടാണ്, ബംഗ്ലാദേശിനോടല്ല. ബംഗ്ലാദേശിൽ വളരെ കൃത്യമായി ഈ അമേരിക്ക കയറിൽ കെട്ടിയിറക്കി മുഹമ്മദ് യൂനുസിനെ കൊണ്ടുവരുന്നു. അവിടുത്തെ എലക്ഷൻ സമയത്ത് അമേരിക്കയുടെ താല്പര്യങ്ങളുമായി ഷെയ്ഖ് ഹസീനയെ സമീപിക്കുന്നു. ഞങ്ങൾക്കൊരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ഉണ്ടാക്കണം, നിങ്ങൾ സഹായിക്കണം എന്നാവശ്യപ്പെടുന്നു. ഈ ജോർജ് സോറസിൻ്റെ കാശ് വളരെ വ്യാപകമായിട്ട് കലാപകാരികൾക്ക് കിട്ടുന്നു. മാത്രമല്ല അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾ അത് നല്ല സമയത്ത് അത് ഉപയോഗപ്പെടുത്തുന്നു, അവരുമായി ചർച്ച നടത്തുന്നു, അമേരിക്കൻ ഭരണകൂടമായിട്ട്. ഇതൊക്കെ വളരെ പ്രകടമാണ്. ഈ ശ്രീലങ്കയിലെ ചിത്രം അതായിരുന്നില്ല. എന്നാൽ എന്താ നേപ്പാളിലെ ചിത്രം? നേപ്പാളിൽ ആരാ ഭരണകൂടം എന്നറിയോ? കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിച്ചത് ഇത്രയും കാലമായിട്ട്. ഒലി ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. എങ്ങനെ വന്ന ഏത് കമ്മ്യൂണിസം? ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ഈ രണ്ടും ചേർന്നാണ്. എന്ന് വെച്ചാൽ ഈ മാർക്സിസ്റ്റ്, ലെനിനിസ്റ്റ്, മാവോയിസ്റ്റ് ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇപ്പോൾ ഈ ഒലിയുടെ പാർട്ടി എന്ന് പറയുന്നത്. ഒലി എങ്ങനെ രംഗത്ത് വന്നതെന്നറിയോ? ഭൂപ്രഭുക്കന്മാരായ ജന്മികളെ, നമ്മൾ ജന്മിക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടുകാർ. എങ്ങനെയാണ്? പാവങ്ങൾ സംഘടിച്ച്, കുടിയാന്മാർ സംഘടിച്ച് വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കി ജന്മിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് ആണ് നമ്മൾ നടത്തിയത്.
നേപ്പാളിലെ ജന്മികൾക്കെതിരെ സമരം ചെയ്യ ഒലി നയിച്ച സമരം എങ്ങനെയായിരുന്നു അറിയോ? ഓരോ ജന്മിയുടെയും വീട്ടിൽ ചെന്ന് തല വെട്ടിക്കളയുക. അങ്ങനെ ഈ ബൂർഷ്വാ വർഗത്തെ, ജന്മി വർഗത്തെ നിഷ്കാസനം ചെയ്യുക, തുടച്ചു നീക്കുക എന്ന ഉന്മൂലന സിദ്ധാന്തം നടപ്പാക്കിയ ആളാണ് ഒലി. ആ ഒലിയുടെ ഭരണകൂടം വലിയ വീരനായകനായിട്ട് അധികാരത്തിൽ വന്നയാളാണ്. ഉന്മൂലന സിദ്ധാന്തത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം നടപ്പാക്കിയിട്ട് അധികാരത്തിൽ വന്നയാളാണ്. അയാൾക്ക് ഇപ്പോൾ നേരിട്ട ഗതി എന്താ? അയാൾ ഏകാധിപത്യത്തിലേക്ക് പോയി, അടിച്ചമർത്താൻ തുടങ്ങി. അപ്പോൾ ഉണ്ടായ നിയമം എന്താ? സോഷ്യൽ മീഡിയ വന്നല്ലോ. സോഷ്യൽ മീഡിയയെ എന്തുകൊണ്ടാണ് നേപ്പാൾ ഗവൺമെൻറ് ഭയപ്പെട്ടത്? സോഷ്യൽ മീഡിയ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ നരേന്ദ്രമോദി ഭരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഗുണവശങ്ങളും ചീത്തവശങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നില്ലേ? അതിന് ഗവൺമെൻറ് ഭയപ്പെടുവോ? സോഷ്യൽ മീഡിയ നിരോധിക്കാൻ പോവോ? ഇല്ല. അതിന് പകരം അവിടെ എന്താ ചെയ്തതെന്നറിയോ? അവിടെ ഒരു നിയമം കൊണ്ടുവന്നു. ലോകത്തിലെ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും നേപ്പാളിൽ ഉപയോഗിക്കണമെങ്കിൽ അതിന് നേപ്പാൾ കമ്പനിയായി രജിസ്റ്റർ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ആഗോള ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ വിൽക്കണമെങ്കിൽ ഒരു ഇന്ത്യൻ കൊളാബറേഷനായിട്ട് അത് രജിസ്റ്റർ ചെയ്യണം. അതിനുവേണ്ടി എന്ത് വേണം? ഒരു നേപ്പാൾ കമ്പനി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഗൂഗിള്, ഏത് പ്ലാറ്റ്ഫോം ആയാലും, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഏത് പ്ലാറ്റ്ഫോം ആയാലും നേപ്പാളിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നേപ്പാളിൽ ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു നേപ്പാളിക്ക് അതിൽ പങ്കാളിത്തം ഉണ്ടാകണം. 2, ആ കമ്പനിയിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നോമിനി വേണം. ആരുടെ? നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ നോമിനി കൂടി ചേർന്നിട്ട് ഒരു കമ്പനി. ഇപ്പോൾ ഫേസ്ബുക്കിന് ഫേസ്ബുക്ക് നേപ്പാൾ, ഗൂഗിൾ നേപ്പാൾ. കേട്ടാൽ തോന്നും ഇത് കൊള്ളാമല്ലോ. നടപ്പുള്ള കാര്യമാണോ ധന്യെ? ഒന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് എന്തായി? സമയം കൊടുത്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ 4-ാം തീയതി, സെപ്റ്റംബർ 4-ാം തീയതി വരെ, അതിന് മുമ്പ് രജിസ്റ്റർ ചെയ്തിരിക്കണം. പല കമ്പനികളും രജിസ്റ്റർ ചെയ്തില്ല. 26 കമ്പനികൾക്ക് നോട്ടീസ് കൊടുത്തു. എന്ന് വെച്ചാൽ നേപ്പാളിൽ 26 പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 26 കമ്പനികൾക്ക് നോട്ടീസ് കൊടുത്തു. സെപ്റ്റംബർ 4-ന് മുമ്പ് രജിസ്റ്റർ ചെയ്തിരിക്കണം, നേപ്പാൾ കമ്പനിയായി രജിസ്റ്റർ ചെയ്തിരിക്കണം. നടപ്പില്ല. സ്വാഭാവികം, എളുപ്പമല്ലല്ലോ. കാരണം ഗൂഗിളിനോ ലോകത്തിലെ ഈ പ്ലാറ്റ്ഫോമുകൾക്കൊന്നും അങ്ങനെ ഒരു പോളിസി ഇല്ല. നമുക്ക് 2 മാർഗമുണ്ട്. ഇന്ത്യ എന്ന രാജ്യത്തിന് ഗൂഗിൾ വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ബാൻ ചെയ്യാം, വേണ്ടാന്ന് വെക്കാം. അത് അത്രേ പറ്റുള്ളൂ, അതിനെ വകുപ്പുള്ളൂ. അല്ലാതെ ഇങ്ങനെ വ്യവസ്ഥ വന്നപ്പോൾ മിക്കവാറും ആരും സ്വീകരിച്ചില്ല. 1-2 ചില്ലറ കമ്പനികൾ സ്വീകരിച്ചു, വൻകിടക്കാരൊന്നും സ്വീകരിച്ചില്ല. അപ്പോൾ എന്താ പണിഷ്മെൻറ്റ്? സെപ്റ്റംബർ 4-നോടുകൂടി രജിസ്റ്റർ ചെയ്യാത്ത മുഴുവൻ കമ്പനികളും ബാൻ ചെയ്തു. അപ്പോൾ എന്താ? ഈ സാധാരണക്കാരൻ്റെ കയ്യിലുള്ള, നമ്മൾ വിചാരിക്കും പോലെ ചാറ്റ് ചെയ്യാനും ഫ്രണ്ട്ഷിപ്പിനും മാത്രമല്ലല്ലോ ഗൂഗിൾ അല്ലെങ്കിൽ ലോകത്തിലെ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകൾ. മാത്രമല്ല, മനുഷ്യന് ജോലി ചെയ്യാനത് വേണം, ജീവിക്കാനത് വേണം, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനത് വേണം. പുതിയ തലമുറ അക്ഷരാർത്ഥത്തിൽ അവർക്ക് ഒന്നും ചെയ്യാനില്ലാതായി. അപ്പോൾ അവരുടെ ജീവിതം വഴിമുട്ടിയപ്പോഴാണ് ഇവർ സമരം തുടങ്ങുന്നത്. അതിനവർ ജെൻസി എന്ന് പേരിട്ട് വേറെന്താ പേരിടുക? അവർ സ്വാഭാവികം. അപ്പോൾ സ്വാഭാവികമായ പ്രതിഷേധം. എന്താ കാരണം? ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ അഴിമതിയും വൃത്തികേടും ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഏകാധിപത്യവും ജനവിരുദ്ധതയും ലോകം മുഴുവൻ പരക്കുന്നതും അറിയുന്നതും അതുകൊണ്ടാണെന്ന് ഈ ഒലി തെറ്റിദ്ധരിച്ചു. മനസ്സിലായോ? ഈ യാഥാസ്ഥിക കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയ തെറ്റിദ്ധാരണയാണത്. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിനെന്താ പരിഹാരം? സോഷ്യൽ മീഡിയ അങ്ങോട്ട് നിരോധിക്കുക. മീഡിയ ഇല്ലെങ്കിൽ ലോകം അറിയില്ലല്ലോ. സത്യത്തിൽ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടത് എന്താ? സോഷ്യൽ മീഡിയയിൽ പറയുന്നതിൽ സത്യമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് വീഴ്ചയുണ്ടോ? ഭരണത്തിൽ പരിഷ്കാരം വരുത്തേണ്ടതുണ്ടോ? അതല്ലേ പരിശോധിക്കേണ്ടത്. അത് ചെയ്തില്ല. അതുകൊണ്ടാണ് ഈ അക്രമം ഉണ്ടായത്. അതുകൊണ്ട് ഇപ്പോൾ അതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയോ? ഞാൻ പറയുന്നത് ബംഗ്ലാദേശ് അല്ല നേപ്പാൾ എന്ന് ഞാൻ പറയുന്നതിൻ്റെ 2 കാരണങ്ങളാണ്. ഒരു പ്രധാനപ്പെട്ട കാരണം, ബംഗ്ലാദേശിൽ കലാപം ഉണ്ടായിട്ട് അവിടെ ഭരണാധികാരിയാക്കാൻ ആരെ തീരുമാനിച്ചത്? പണ്ട് നാട് വിട്ട് ഒളിച്ചോടി പോയ ഒരു സാമ്പത്തിക വിദഗ്ധനെ, മുഹമ്മദ് യൂനുസിനെ കൊണ്ടുവന്ന് അമേരിക്ക പറഞ്ഞു നോബൽ സമ്മാനം എന്ന് പേരിട്ട്, സമാധാനത്തിന് നോബൽ സമ്മാനം എന്ന് പറഞ്ഞ സതിയായ നോബൽ സമ്മാനം തന്നെ സമ്മാനം കൊടുത്താണ് അമേരിക്ക. അദ്ദേഹത്തെ കൊണ്ടുവന്നത്. ഇനി ഇവൻ നിങ്ങളെ ഭരിക്കുന്നു പറഞ്ഞ് ഇറക്കി കൊടുത്തല്ലേ? അതാ ജനത ഏറ്റെടുക്കേണ്ടി വരികയല്ലേ? അവിടുത്തെ കലാപകാരികളുടെ ദയനീയാവസ്ഥയല്ലേ അത്? അവർ അക്രമം കാണിച്ചു, ജീവൻ കൊടുത്ത് പൊരുതി. പക്ഷെ ഭരിക്കാൻ ഇവനെ നിയോഗിച്ചു. അതല്ല. ഇപ്പോൾ എന്താ അവിടുത്തെ സ്ഥിതി? എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? നേപ്പാളിലെ പുതിയ ഭരണാധികാരി അധികാരത്തിൽ വരാൻ പോകുന്ന ആരാന്നറിയോ? കാഠ്മണ്ഡുവിലെ മേയറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അദ്ദേഹം ആരാന്നറിയോ? അദ്ദേഹം റാപ്പറാണ്. 35 വയസ്സേ ഉള്ളൂ.
അദ്ദേഹം പറയുന്നത് എന്താ അറിയോ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു ഈ കുട്ടികളാണ് ശരി. ഭരണകൂടം, അദ്ദേഹം അവിടുത്തെ ഭരണാധികാരിയാണ്, രാഷ്ട്രീയക്കാരനാണ്, പക്ഷെ അദ്ദേഹം പറഞ്ഞു കുട്ടികളാണ് ശരി. കാരണം അവരുടെ വോയിസ്, അവരുടെ വായടച്ച് കളയല്ലല്ലോ പരിഹാരം, മീഡിയയെ കട്ട് ചെയ്യലല്ലോ പരിഹാരം. നമുക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. അതിന് ഭരണകൂടം തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെയാണ് ഇവരിപ്പോൾ ഭരണാധികാരിയാക്കാൻ പോകുന്നത്. പുതിയ നേപ്പാൾ പ്രധാനമന്ത്രിയാവാൻ കലാപത്തിൽ ഇറങ്ങിയിരിക്കുന്ന എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായിട്ട് പറയുകയാണ് ഒരു തെരഞ്ഞെടുപ്പും വേണ്ട, അദ്ദേഹം ഭരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം. ഒന്ന്, ജനറേഷൻ, പുതിയ ജനറേഷൻ്റെ മനസ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് വായിക്കാൻ നമുക്ക് പറ്റണം. കാരണം അവരുടേതാണ് നാളത്തെ ലോകം, അവരുടേതാണ് നാളത്തെ ഇന്ത്യ, അവരുടേതാണ് നാളത്തെ നേപ്പാൾ. അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഒലിയുടെ 76 വയസ്സായി, മനസ്സിലാവില്ല. അതാണ് എൻ്റെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം കൂടി ചേർത്ത് നമ്മൾ ഓർക്കണം. ബംഗ്ലാദേശ് കലാപത്തെ തുടക്കം മുതൽ തള്ളിപ്പറഞ്ഞവരാണ് ഇന്ത്യ. നേപ്പാൾ കലാപത്തിൽ ഇന്ത്യ ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ ഇതുവരെ? ഞാൻ ന്യായമായും സംശയിക്കുന്നു. നേപ്പാളിൽ ഒരു കലാപം, ഇത്തരത്തിലൊരു കലാപം അനിവാര്യമാണെന്ന് ഇന്ത്യ ഗവൺമെൻറ് വിശ്വസിക്കുന്നു. അത്രമേൽ ഒരു ഉന്മൂലന സിദ്ധാന്തം, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഏകാധിപത്യപരമായി അവിടുത്തെ ജനതയെ അടിച്ചമർത്തുന്നു എന്ന് ഇന്ത്യ ഗവൺമെൻറ്റിന് കൂടി തോന്നിയിരിക്കണം. ഇനി വല്ലവരും നേപ്പാൾ കലാപകാരികളെ സഹായിക്കുന്നുവെങ്കിൽ ഞാൻ അമേരിക്കയിലേക്കൊന്നും തൽക്കാലം പോകുന്നില്ല. എൻ്റെ ഒരു പ്രാർത്ഥന, ദൈവമേ ഇന്ത്യ ഗവൺമെൻറ് ആയിരിക്കണേ അവരെ സഹായിക്കേണ്ടത് എന്നാണ്. അങ്ങനെ ആവാനാണ് സാധ്യത. അനിവാര്യമാണ് നേപ്പാളിലെ കലാപം. അത് സംഭവിക്കേണ്ടതാണ്, സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ കുട്ടികൾ തീർച്ചയായിട്ടും വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവരുടെ ഭാവി എന്താണെന്ന് രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ അവർക്ക് അമേരിക്കയോ ചൈനയോ ഉപദേശം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇന്ത്യ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഉപദേഷ്ടാവ് തൊട്ടടുത്തുണ്ട്. അത് അവർക്ക് സന്മനസ് തോന്നിയാൽ നല്ലത്.